കേരളത്തിലുള്ള ഹിന്ദുത്വ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതെല്ലാവരും അങ്ങനെ കണ്ണടച്ച് പറയും. ഇവിടുത്തെ BJP തന്നെ. യഥാർത്ഥത്തിൽ അതാണോ സത്യം? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ എന്നേ BJP ഇവിടെ ഈ കേരളത്തിൽ അധികാരത്തിൽ എത്തേണ്ടതാണ്. 140 നിയമസഭാ സീറ്റുള്ള കേരള നിയമസഭയിൽ ഒരു കണക്കിന് ഏന്തി വലിഞ്ഞാണ് BJP ആ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റ് അങ്ങനെ നേടി നിയമസഭയിലേക്ക് കയറിപ്പറ്റിയത്. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ സീറ്റും നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഇറച്ചിക്കടയുടെ മുന്നിൽ ഇങ്ങനെ ശ്വാനൻ കാത്തിരിക്കുന്നത് പോലെ കേരള നിയമസഭാ മന്ദിരത്തിലേക്ക് നോക്കി കാത്തിരിക്കുകയാണ് കേരളത്തിലെ BJP. ഈ അടുത്ത കാലത്ത് നടന്ന 1-2 തിരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം അല്പം വർദ്ധിപ്പിച്ചു എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഇനി അഥവാ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം അത് BJP നടത്തുന്നില്ല എന്ന് പറയുന്നതാവും ശരി. ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം വിശ്വാസത്തിലെടുക്കാവുന്ന ഒരു പ്രവർത്തന പദ്ധതിയെ അത് BJP ഇന്നുവരെ ആവിഷ്കരിക്കുകയോ അത് നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. നാഴികയ്ക്ക് 40 വട്ടം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇങ്ങനെ തെറിവിളിക്കുന്ന ചില നേതാക്കളുണ്ട് ഇവിടെ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഹിന്ദുക്കൾ മുഴുവൻ ഇവരെ പിന്തുണക്കും എന്നാണ് അവരുടെ ചിന്ത. എന്നാൽ അവർക്ക് തെറ്റി. വടക്കേ ഇന്ത്യയിലെ ചിലയിടങ്ങളിൽ പ്രയോഗിക്കുന്ന ആ ഹിന്ദുത്വമല്ല ഇവിടെ വേണ്ടത്. കേരളം എന്നാൽ അതൊരു മതേതര മനസ്സുള്ള ജനതയാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത്. ചിലർ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ വർഗീയ ചേരിതിരിവുകൾക്ക് അങ്ങനെയുള്ള വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരെയുള്ള പ്രതിഷേധം അതിവിടെ രേഖപ്പെടുത്തുമെങ്കിലും ഒരിക്കലും അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അല്ല ഇവിടെയുള്ളത്. അങ്ങനെയുള്ള ഹിന്ദുത്വം ഇവിടെ ഭൂരിപക്ഷം പേരും ഇഷ്ടപ്പെടുന്നുമില്ല. ഹിന്ദുക്കളുടെ അപ്പോസ്തലന്മാരാകാൻ BJP പലകുറി ഇവിടെ ശ്രമിച്ചിട്ടും ഹിന്ദുക്കളിലെ ഭൂരിഭാഗം പേരും ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടോ സാമുദായികപരമായോ ഒരു വേർതിരിവുമില്ലാതെ എല്ലാ ഹിന്ദു ജനവിഭാഗങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ ശബരിമലയിലെ ആ സ്ത്രീ പ്രവേശന വിഷയം. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ചില പരാമർശങ്ങളുടെ പേരിൽ ഹിന്ദു ജനതയെ മുഴുവൻ ഇങ്ങനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ വളരെ വ്യഗ്രതയോടുകൂടിയായിട്ടാണ് ശബരിമലയിൽ ഏത് വിധേയനെയും സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ ശ്രമിച്ച ആ ഒന്നാം പിണറായി സർക്കാരിനെതിരായി രാഷ്ട്രീയ സാമുദായിക വേർതിരിവില്ലാതെ ആയിരുന്നുവല്ലോ ഇവിടെ ആ പ്രതിഷേധം നടന്നത്. അന്നത്തെ പ്രതിഷേധം കണ്ടാൽ തീർച്ചയായും അടുത്ത തിരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു വലിയ നേട്ടം കൈവരിക്കുമെന്ന് ആരെങ്കിലുമൊക്കെ കരുതിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ലായിരുന്നു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ മുഖം തിരിഞ്ഞു നിന്നപ്പോൾ ഇവിടെ BJP മാത്രമാണ് ഹിന്ദു വിശ്വാസികളുടെ ഒപ്പം അടിയുറച്ച് നിന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനടക്കം നിരവധി BJPയുടെ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അന്ന് ലാത്തി ചാർജിന് ഇരയാക്കുകയും 250-300ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കുകയും ചെയ്തു. എന്നിട്ടും പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തിയ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാനുണ്ടായത്. അതും ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള LDFന്റെ കേരളത്തിലെ ഒരു തുടർഭരണം ഈ തെരഞ്ഞെടുപ്പിലാണ് അതുണ്ടായത്. BJP ഇവിടെ വീണ്ടും വട്ടപൂജ്യമായി മാറിയതും കയ്യിലിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തേണ്ടിയും വന്ന ആ ഒരു കാര്യം മാത്രം മതിയായിരുന്നു കേരളത്തിലെ ഹിന്ദു ജനതയെക്കുറിച്ച് BJPക്ക് ഒന്നിങ്ങനെ വിശദമായി പഠിക്കുവാൻ വേണ്ടി. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് CPMനെ കുറിച്ച് ഒരിക്കൽ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ പോലെ കേരളത്തിലെ ഹിന്ദുക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് നമുക്ക് BJPയോടും ഇവിടെ പറയേണ്ടി വരും. എന്നാൽ ശബരിമല വിഷയം BJPക്ക് വോട്ടായി മാറാതിരുന്നതിൻ്റെ ഒരു കാരണം ഈ കാര്യത്തിൽ അവരുടെ ആ ആദ്യ നിലപാടുകൾ തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. BJPയെ നയിക്കുന്ന RSS അടക്കമുള്ള വിവിധ സംഘപരിവാർ സംഘടനകളുടെ ആ മുൻ നിലപാടും യഥാർത്ഥത്തിൽ ശബരിമലയിൽ യുവതീ പ്രവേശനമായിരുന്നുവെന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ പ്രതികരണം. ആ നിലപാട് സാധൂകരിക്കുന്ന തെളിവുകൾ ഇവിടെയുള്ളവർ അന്ന് കണ്ടതുമാണ്. എന്നാൽ ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് BJPയും പരിവാർ സംഘടനകളും അവരുടെ മുൻകാല നിലപാടുകൾ അങ്ങനെ മാറ്റിയതും. ഇതൊക്കെ തിരിച്ചറിയാവുന്നൊരു ജനതയാണ് ഇവിടുത്തെ ഹിന്ദു ജനതയെന്ന് BJP അന്ന് മനസ്സിലാക്കിയതുമാണ്. എന്നിട്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദുത്വ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന BJP ഒരു ഹിന്ദു ഐക്യം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും ഇവിടെ അനക്കുന്നില്ല എന്നതാണ് സത്യം. ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷ വിരോധം വളർത്തുക എന്നത് മാത്രമായിരിക്കുന്നു. അല്ലെങ്കിൽ പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നു. ഹിന്ദു വോട്ടിനെ കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഹിന്ദു സമുദായമായ SNDPയുടെയും NSSൻ്റെയും ആ ഇടയിലുള്ള ആ അഭിപ്രായ വ്യത്യാസം അതൊക്കെ ഒന്ന് ഇടപെട്ട് അത് മയപ്പെടുത്തി ഒരു മീഡിയേറ്ററിൻ്റെ റോൾ എടുക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ഒരു കാലത്തെ BJPയോട് അടുക്കുവാൻ വേണ്ടി വിമുഖത കാണിച്ചിരുന്ന ഈഴവ സമുദായത്തെ
SNDP തുടങ്ങി വെച്ച BDJS വഴി അല്പമെങ്കിലും ഒരു മാറ്റം വരുത്തുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അത് BJPക്കാർ തന്നെ സമ്മതിക്കും. എന്നാൽ കേരളത്തിൽ BJPയുടെ ഭൂരിഭാഗം നേതാക്കളും പങ്കാളികളായിട്ടുള്ള നായർ സമുദായത്തിൻ്റെ ഒരു പ്രത്യക്ഷ പിന്തുണയോ അല്ലെങ്കിൽ ഒരു പരോക്ഷ പിന്തുണയോ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് BJP നേതൃത്വത്തിന് ഇപ്പോൾ വരെ ആകുന്നുമില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ആ അവസാന ഘട്ടം ആകുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാ NSSൻ്റെയും നേതാക്കളുടെ ഒരു പ്രസ്താവന അങ്ങനെ ഇറങ്ങാറുണ്ട്. തങ്ങളുടെ വോട്ട് ഇക്കുറി കോൺഗ്രസിനും UDFനും ആയിരിക്കും എന്നാണത്. സമദൂര സിദ്ധാന്തമൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അവസാനമാകുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുകൂല നിലപാടുകൾ വ്യക്തമാക്കുകയാണ് NSSൻ്റെ സാധാരണഗതിയിലുള്ള പതിവ്. NSSൻ്റെ മുൻകാല നേതാക്കളെ പോലെ തന്നെ ഇപ്പോഴത്തെ നേതൃത്വമായിട്ടുള്ള സുകുമാരൻ നായരടക്കം അതിപ്പോൾ തുടർന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പോലും അവർ തമ്മിലുള്ളൊരു സാമുദായിക ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർക്ക് ഇപ്പോൾ വരെ സാധിച്ചിട്ടില്ല. അവരവരുടെ ആവശ്യാനുസരണം സമുദായ അംഗങ്ങളെ ഉപയോഗിക്കുകയാണ് പതിവ്. പൊതുവെ കേരളത്തിലെ BJPയിൽ അത് സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും എന്തിന് മണ്ഡലം നേതൃത്വത്തിൽ പോലും അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും വാലുള്ളവരെ മാത്രം കൂടുതൽ പരിഗണിക്കാറുള്ളൂ എന്നൊരു ആക്ഷേപം അത് പണ്ട് മുതൽക്കേ ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുമില്ല. എന്നാൽ V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ BJPയെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് തിരിച്ചു പറയുമ്പോഴും അവർ അങ്ങനെ പിന്നോക്കക്കാരല്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും അവിടെയുള്ള ഉത്തരം അവർ രണ്ടുപേരും വടക്കൻ കേരളത്തിലെ തീയരാണെന്നും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമുള്ള ഇഴവരെ ഇവർക്ക് പുച്ഛമാണെന്നും മറ്റു ചിലർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല മുരളീധർജിയുടെയും സുരേന്ദ്രൻജിയുടെയും ചുറ്റും ഇങ്ങനെ കൂടെ നിന്ന് നയിക്കുന്നവരെല്ലാം അവരെല്ലാം മേൽക്കോയ്മയുള്ളവരാണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ഇപ്പോഴത്തെ BJPയിൽ ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നിൽ PK കൃഷ്ണദാസും MD രമേശും അതേപോലെ N രാധാകൃഷ്ണനും ഒക്കെയാണെന്ന് പറയുന്ന കൂട്ടത്തിൽ സുരേന്ദ്രനെതിരെയുള്ള ഇപ്പോഴത്തെ പടനീക്കത്തിന് പുറകിൽ ജാതിക്കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളലാണെന്നും പറയുന്നതാണ്. ഏതായാലും ഒരു കാര്യം സത്യം, കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമുദായങ്ങൾക്കും അങ്ങനെ ഉൾക്കൊള്ളാവുന്ന ഒരു പാർട്ടിയായി BJP ഇപ്പോഴും മാറിയിട്ടില്ല. ഈ നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് BJP ഇനിയും ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. BJPയിലുള്ളതിനേക്കാൾ കൂടുതൽ ഹിന്ദുക്കൾ ഇന്ന് അംഗത്വം എടുത്തിട്ടുള്ളത് കേരളത്തിലെ CPM എന്ന പാർട്ടിയിലാണ്. BJPയിൽ ഇപ്പോഴുള്ള ഹിന്ദുക്കളെക്കാൾ 10 മടങ്ങ് പേർ പ്രവർത്തിക്കുന്നതും അവർ വോട്ട് ചെയ്യുന്നതും CPMന് തന്നെയാണ്. പണ്ട് മുതലേ CPMൻ്റെ ശക്തി സ്രോതസ്സും അതേപോലെ കേരളത്തിലെ ഹിന്ദുക്കൾ തന്നെയായിരുന്നു, പ്രത്യേകിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ. എന്നാൽ ഇടക്കാലത്ത് ചിലയിടങ്ങളിൽ BJP നടത്തിയ ആ കടന്നുകയറ്റത്തെ ചെറുക്കുവാനാണ് CPM ഇസ്ലാമിക വോട്ടുകൾ സമാഹരിച്ച് അവരെ ഇങ്ങനെ കൂടെ നിർത്തുവാനുള്ള ശ്രമം ആരംഭിച്ചത്. നിലവിലെ ഹിന്ദു വോട്ടിൽ നിന്നും കുറേ വോട്ട് കോൺഗ്രസ് പാർട്ടിക്കും കുറേ വോട്ട് BJPയും പകർന്നെടുത്തപ്പോൾ ഇനി ന്യൂനപക്ഷ വോട്ടുകളിൽ നിന്നും കുറച്ച് വോട്ടുകൾ അത് നേടിയെങ്കിൽ മാത്രമേ ഇനി അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നൊരു സ്ഥിതിയിലേക്ക് CPM എത്തിച്ചേർന്നപ്പോൾ കാലാകാലങ്ങളായി CPMന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഹിന്ദു വോട്ടുകളെ അവർ അവഗണിക്കുകയും ന്യൂനപക്ഷ പ്രീണനം കൂടുതൽ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ എന്നും എക്കാലവും CPMനോടൊപ്പം ഉറച്ചു നിന്ന അടിസ്ഥാന വർഗ വോട്ടുകൾ അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPMന് കിട്ടാതെ വന്നു എന്നൊരു പൂർണ്ണ ബോധ്യത്തിലാണ് CPM ഇപ്പോൾ അവരെത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി CPMനെ പിന്തുണച്ചിരുന്ന മുസ്ലിം വിഭാഗം അടുത്ത തവണ UDFിലേക്ക് ചേക്കേറുമെന്ന ഉത്തമ വിശ്വാസത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്നിരുന്ന അടിസ്ഥാന വർഗ വോട്ടുകൾ ഇനിമേൽ നഷ്ടപ്പെടാതിരിക്കുവാനും ആ വിട്ടുപോയവ തിരിച്ചു പിടിക്കുവാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഭൂരിപക്ഷത്തോടെ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ അതിന് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വേണം എന്നൊരു തിരിച്ചറിവും അവർക്കുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇടയ്ക്കിടെ മോദിയെയും RSSനെയും ഇങ്ങനെ വിമർശിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. UDF പറയും പോലെ അല്ലെങ്കിൽ BJP പറയും പോലെ CPM ഇവിടെ തകർന്നൊന്നും പോയിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ചേലക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുവാനേ പാടില്ലായിരുന്നു. അപ്പോൾ CPMൻ്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുവാൻ അവർക്കായത് അതൊരു വലിയ സന്ദേശമാണ് കേരള ജനതയ്ക്ക് നൽകുന്നത്. അടുത്ത തവണ ഒരു ഈസി ഓവർ എന്ന് പ്രതീക്ഷിച്ചിരുന്ന UDFനേറ്റ ഒരു വലിയ തിരിച്ചടിയും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJPയിൽ ഉണ്ടായിട്ടുള്ള കലാപവും അതൊക്കെ എന്തായി തീരുമെന്ന് ഇനി കാലം തെളിയിക്കട്ടെ.